ശക്തമായ മഴയിൽ പൊന്മുടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 12-ാം വളവിലെ മണ്ണ് ഒലിച്ച് 9-ാം വളവ് വരെ എത്തി. റോഡിന്റെ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമൽ തേനമറമ്പിൽ വിവരങ്ങൾ നൽകും. അമൽ, പൊന്മുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വൻതോതിൽ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു വളവിൽ നിന്നും മണ്ണിടിഞ്ഞ് 12-ാം വളവിലെ മണ്ണ് ഒലിച്ച് 9-ാം വളവ് വരെ താഴേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും രൂക്ഷമാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് അല്ലേ? പൊന്മുടിയിൽ അടക്കം തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി പെയ്തത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോളമാണ് ഇപ്പോൾ പൊന്മുടിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പൊന്മുടിയിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പൊന്മുടിയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ അവിടേക്ക് പോകുന്നത് അപകടം ആണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. ഈ 12-ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായി. 12-ാം വളവ് മുതൽ 9-ാം വളവ് വരെ ആ ഇടിഞ്ഞ മണ്ണ് ഒലിച്ചിറങ്ങി എന്നുള്ളതാണ്. രാത്രി സമയമായതിനാൽ ഈ പുലർച്ചെ സമയമായതിനാൽ വലിയ അപകടമുണ്ടായില്ല. മാത്രമല്ല താഴെ നിന്നും വാഹനങ്ങളിൽ, കല്ലാറിൽ നിന്നും മുകളിലേക്ക് വാഹനങ്ങൾ പോകുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അപകടമുണ്ടായില്ല. വാഹനങ്ങളുടെ തിരക്ക് ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോൾ വിതുരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോഴെന്തായാലും പൂർണ്ണമായും ഗതാഗതം നിലച്ച അവസ്ഥയാണ്. അത്യാവശ്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ പോലും അവിടേക്ക് കടന്നു പോകാൻ കഴിയാത്ത പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിലിൻ്റെ ഒരു തീവ്രത എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വളവിൻ്റെ പൊന്മുടിക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം. 12-ാം വളവ് മുതൽ 9-ാം വളവ് വരെയുള്ള സ്ഥലത്തേക്ക് ആ മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഇനിയും ഒഴിവാക്കാം. പക്ഷെ അപ്പോഴും അവിടെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങളടക്കം ഉള്ളതാണെന്ന് നമുക്കറിയാം. ഒപ്പം അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട്. അവിടുത്തെ ജീവനക്കാരും താമസക്കാരും അടക്കമുള്ളവരുണ്ട്. താഴെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചാണ് ഈ ഭക്ഷണ സൗകര്യം വരെ ഒരുക്കാറുള്ളതെന്ന് നമുക്കറിയാം. അതിനൊന്നും സൗകര്യമുള്ള ഒരിടമല്ല പൊന്മുടി. അത്രയും ഉയരത്തിലുള്ള ഒരിടമാണ്, ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ആ കാര്യത്തിലുമൊക്കെ എന്താണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്? ഏത് തരത്തിലാണ് അവർക്കൊരു സുരക്ഷയൊക്കെ ഒരുക്കുക? പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലേതുപോലെയുള്ള തുടർച്ചയായ മഴ തിരുവനന്തപുരത്ത് പെയ്യുന്നില്ല. തിരുവനന്തപുരത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിൽ പെയ്യുന്ന മഴ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ പരുവത്തിലുള്ള ശക്തമായ മഴ. അത് വളരെ കുറച്ച് സമയമേ നിൽക്കുന്നുള്ളൂ എങ്കിലും ശക്തമായ മഴ പെയ്യുന്നു. ആ മഴ പെയ്ത് വെള്ളം അങ്ങ് ഒഴുകി ഇറങ്ങുന്നുണ്ട്. പക്ഷേ നഗരത്തിലേക്ക് ഇന്നലെ രാത്രി സമയത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളക്കെട്ട് രാവിലെ ആയപ്പോഴേക്കും വലിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് കണ്ടത്. അങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്നില്ല എന്നൊരു ആശ്വാസമാണ്. പക്ഷേ ഈ ചെറിയ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നുള്ളതാണ് മലയോര മേഖലയെ ആശങ്കയിലാക്കുന്നത്. പൊന്മുടി അടക്കമുള്ള മേഖലയിൽ ലയങ്ങളടക്കമുള്ള അതോടൊപ്പം തന്നെ അമ്പൂരി അടക്കമുള്ള മലയോര പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ എന്തായാലും അങ്ങനെ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇനിയിപ്പോൾ പകൽ സമയത്ത് തുടർച്ചയായ മഴ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാത്രി സമയമാകുമ്പോൾ മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മോദി. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. പൊന്മുടിയിലെ അവസ്ഥയാണ് ഇത്. പൊന്മുടി 12-ാം വളവിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴെ 9-ാം വളവ് വരെ എത്തിയിട്ടുണ്ട്. അതിശക്തമായ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിതുരയിൽ നിന്നടക്കം സേനാംഗങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. നമുക്ക്